ഇതെന്താണെന്നറിയോ രാജേഷ്, രണ്ട് സംസ്കാരങ്ങൾ തമ്മിൽ ചേരാത്ത പ്രശ്നം. ഹൈലി എഡ്യൂക്കേറ്റഡ് പ്രൊഫഷണൽസുമായ എൻ്റെ പാരൻസും ഒട്ടും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത നിന്റെ പാരൻസും ഒത്തുപോവില്ല രാജേഷ്. നമ്മൾ തമ്മിൽ ഇനി ശരിയാവില്ല. ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമായത്. ഒരു കാര്യം ചെയ്യും, നാളെ വക്കീൽ വരും, അതങ്ങ് ഒപ്പിട്ട് കൊടുത്തേക്ക്. പിന്നെ കുട്ടികളുടെ കാര്യം, അത് നമ്മൾ നേരത്തെ തീരുമാനിച്ചതാണല്ലോ. അതിലിപ്പം എന്ത് വിട്ടുവീഴ്ച ചെയ്യാനാണെങ്കിലും ഞാൻ റെഡി. എന്തായാലും ഇത്രയൊക്കെ ആയി. ഇതും കൂടി നിങ്ങൾ കേട്ടോ, ജസ്റ്റിനുമായിട്ടുള്ള എൻ്റെ ബന്ധം നീ സംശയിച്ചതുപോലെ തന്നെയാണ്. ഞങ്ങളിത് ഒന്നിച്ച് ജീവിക്കാൻ പോവാ. എങ്ങനെയുണ്ട്? വെറുതെ മറച്ചു വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ. എനിക്ക് അമ്മയുടെ സപ്പോർട്ടുണ്ടേ. പിന്നെ എൻ്റെ അച്ഛൻ ഏതാണ്ട് മൗനം സമ്മതം പോലെയാണ്. എൻ്റെ അമ്മ പറഞ്ഞേക്കുന്നത് എന്താണെന്നറിയോ? ഇയാളെ ഒന്ന് പെട്ടെന്ന് ഒഴിവാക്കിട്ട് ചെല്ലാൻ. മരിക്കണം, അവരെ ജീവിച്ചോട്ടെ. ഞാൻ ആർക്കും ഒരു ശല്യമാവുന്നില്ല. എന്തുവായിരുന്നു? കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഗൾഫിൽ നിന്ന് പെണ്ണ് കാണാൻ വന്നപ്പോൾ 2-3 ലക്ഷം രൂപ സാലറി ഉണ്ടായിരുന്നല്ലോ. നിങ്ങളുടെ ഗുണം കൊണ്ട് കയ്യാലപ്പുറത്തിരുന്ന ആ കമ്പനിയും പൊട്ടി. ഇപ്പൊ വെറും 3 ലക്ഷം രൂപയ്ക്ക് എൻ്റെ ഒരു ബർത്ത്ഡേ പാർട്ടി നടത്താൻ പറ്റാത്ത നിന്റെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കും? പിന്നെ എൻ്റെ സാലറി അത് എൻ്റെ ഡ്രസ്സിന് പോലും തികയുന്നില്ല. എടാ, തനിക്കറിയാവോ, എൻ്റെ ബർത്ത്ഡേക്ക് ജസ്റ്റിന് എനിക്ക് 2.5 ലക്ഷം രൂപയുടെ ഡയമണ്ട് റിംഗാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. തൻ്റെ അടുത്തൊന്നും ഇത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടോ. എന്ത് പറയാനാ, ജർമ്മനിയിൽ നിന്നും USA നിന്നൊക്കെ എത്ര കോടീശ്വരന്മാരാ യങ് മലയാളി ബിസിനസ്സുകാർ എന്നെ പെണ്ണ് കാണാൻ വന്നെന്ന് തനിക്കറിയൂ? അതെന്തിനാ പറയുന്നത്? എല്ലാം എൻ്റെ തെറ്റാ. ഏതോ ഒരു നിമിഷത്തിൽ തെറ്റുകൾ എല്ലാവർക്കും പറ്റും. കൂടുതൽ ബഹളമൊന്നും ഉണ്ടാക്കാൻ നിൽക്കാതെ അതങ്ങ് ഒപ്പിട്ട് കൊടുത്തേക്ക്. അറിയോ നിനക്ക്, എനിക്ക് സമൂഹത്തിലൊരു നിലയും വിലയൊക്കെ ഉള്ളത്. ആ സ്റ്റാറ്റസ് എനിക്ക് കീപ്പ് ചെയ്തേ പറ്റൂ. പണ്ടൊക്കെ എൻ്റെ പപ്പ 10,000 രൂപയെ കുറഞ്ഞൊരു സ്കേർട്ട് പോലും എനിക്ക് വാങ്ങിത്തരില്ലായിരുന്നു. അറിയോ? എന്നെക്കൊണ്ട് നിങ്ങൾ രമ്യയുടെ മോളുടെ ബർത്ത്ഡേ ഫംഗ്ഷന് വെറും 2,000 രൂപയുടെ സാരി ഉടുപ്പിച്ചല്ലേ? കള്ളം പറഞ്ഞിട്ട് എനിക്ക് തന്നെ ഇനി വേണ്ട. രാജേഷ്, പറയുന്നോണ്ടൊന്നും തോന്നരുത്. താനൊരു തികഞ്ഞ പരാജയമാണ്. യു ആർ ആൻ അട്ടർ ഫെയിലിയർ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് ലീവ് മീ അലോൺ. കുറേ നേരമായല്ലോ, ഇയാൾക്ക് പൊയ്ക്കൂടെ? ഇവർക്ക് ഇവിടെ വരേണ്ട കാര്യം എന്താ? ഒന്ന് പോയിരുന്നെങ്കിൽ മനസ്സമാധാനമായിട്ട് മരിക്കായിരുന്നു. എടി എന്റെ പൊന്നു ഗിഫ്റ്റ്, നിനക്കിതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? എടി, പെണ്ണുങ്ങളായ നമ്മൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? നിനക്കൊരു മോളുള്ളതല്ലേ? ഓ, ഇനി അതിന്റെ ജീവിതം എന്താവും? എടി, ഞാൻ ഇപ്പോഴറിയുന്നേ നിന്റെ ഡിവോഴ്സ് പെറ്റീഷനൊക്കെ. എടി, മാഹി കുറച്ച് മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവന്റെ വിഷമം കേട്ടിട്ട് എനിക്കെന്തോ സഹിക്കുന്നില്ല അങ്ങോട്ട്. നിനക്കറിഞ്ഞൂടെ, മാഹി നിന്നെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് പെണ്ണായി. മാഹി ഒരു പാവല്ലേടി. എനിക്കറിയാത്ത ആളാണോ അവൻ? നീ ഇത്രയും ചെയ്യാൻ വേണ്ടി മാത്രമൊന്നും ഇല്ലായിരുന്നു. എന്നാലും കഷ്ടമായിപ്പോയി. അഞ്ജിത,
You don't have any right to advise me in this matter. It's me who experienced. അനുഭവിച്ചത് മുഴുവൻ ഞാനാണ്. ഞാൻ തീരുമാനിക്കും. ഇറ്റ്സ് മൈ ലൈഫ്, മൈ ഡെസിഷൻ. അയാളെക്കുറിച്ച് പറയാൻ വേണ്ടി മേലാൽ ഇനി എന്നെ വിളിച്ചേക്കരുത്. ഞാൻ പോവാ. ഇനി നിങ്ങളുടെ ആരുടെ അടുത്തേക്ക് ഞാൻ വരില്ല. ഹലോ എടാ രാജേഷേ, എടാ ഞാൻ ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത്. എടാ അളിയാ ഡിവോഴ്സൊക്കെ എന്ന് കേട്ടു. എന്തിനാണ് അവിടെ നീ ഒഴിവാക്കിയത്? ഞാനല്ലടാ, അവൾ എന്നെ ഒഴിവാക്കിയത്. 1000 പ്രാവശ്യം പറയും നിങ്ങളെനിക്ക് ഓക്കെ അല്ല, എൻ്റെ വൈബല്ല എന്നൊക്കെ. നിനക്കറിയാലോ, കോവിഡ് സമയത്ത് പോയ ജോലിയാണ്. പിന്നീട് ഇതുവരെ വേറൊന്നും ശരിയായിട്ടില്ല. ഈ ജോലിയോടൊപ്പം പോയതാ അവളുടെ സ്നേഹം. എനിക്കാണെങ്കിൽ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത കടവും. ഇനിയിപ്പോൾ ചോദിക്കാൻ വേറെ ആരും ഇല്ലടാ. പിന്നെ ഒരു കാര്യമുണ്ട്, നിനക്കറിയോ, ഞാൻ അവൾക്ക് ജീവനാംശം കൊടുക്കണം. 18,000 രൂപ ഒരു മാസം. ഒഴിയാനുള്ള തീരുമാനം അവളുടെ ആയിരുന്നടാ. അവളാണെങ്കിൽ എക്സ്ട്രീം റിച്ചും. ജോലിയുണ്ട്, നല്ല വരുമാനം. അതൊന്നും പരിഗണിക്കപ്പെട്ടില്ല. ആണുങ്ങളായി പോയില്ലേ. എടാ പിന്നെ നീ എന്തിനാ ഡിവോഴ്സ് പേപ്പർ ഒപ്പിട്ട് കൊടുത്തത്? മക്കളൊക്കെ ഉള്ളതല്ലേടാ, അവർക്ക് അവരുടെ അമ്മ വേണ്ടേ? കുട്ടികൾക്ക് അമ്മ വേണമെന്ന് അമ്മയ്ക്ക് തന്നെ തോന്നില്ലേ, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാടാ? ഞാൻ പോയാലും കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എടാ ഈ 498 പലവട്ടം ഞങ്ങളുടെ വഴക്കിനിടയിൽ അവിടെ പറയാറുണ്ട്. നീ മനസ്സമാധാനം എന്ന് കേട്ടിട്ടുണ്ടോ? അതെനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാകാൻ പാടില്ല. അവൾക്കും അങ്ങനെ തന്നെയാണ്. അധിക്ഷേപവും അപമാനവും. എൻ്റെ കൂട്ടുകാരുടെ മുമ്പിലും അവളുടെ കൂട്ടുകാരുടെ മുമ്പിലും ഒക്കെ ഒരു വിലയില്ലാതാക്കി കളയും. നാണം കെടുത്തും. ഒരു തരി റെസ്പെക്റ്റ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്കുള്ളതെല്ലാം വിറ്റ് പറക്കി അതിൻ്റെ 1000 ഇരട്ടിയായിട്ട് ഞാൻ അവൾക്ക് തിരിച്ചു കൊടുത്തേനെ. അവളോടൊപ്പം അവളെ അടിമയായിട്ട് ഞാൻ ജീവിച്ചേനെ. ഒരു ഘട്ടം എത്തിയപ്പോഴാ എനിക്ക് തോന്നി ഇവിടുന്ന് ഇറങ്ങി ഓടണമെന്ന്. പെട്ട് പോയെന്ന് തോന്നിയ ഒപ്പിട്ട് പോകുകയാ ആരായാലും. കുറച്ചാണെങ്കിലും എനിക്കുള്ളതെല്ലാം എൻ്റെ മരണശേഷം കുട്ടികളെ പേരിലാക്കിയിട്ടുണ്ട്. അതവർക്ക് ഉടനെ കിട്ടും. തോക്കില്ലടാ, തോക്കില്ല. അവളെൻ്റെ കയ്യിൽ നിന്ന് ഇനി എങ്ങനെ ജീവനാംശം വാങ്ങുമെന്ന് കാണാം. നീ ചാകര എന്ന് വിധിക്കാനൊന്നും കോടതിക്ക് പറ്റില്ലല്ലോ. എൻ്റെ ജീവിതത്തിൽ എന്നെ അവസാനം വിളിക്കുന്ന സുഹൃത്ത് നീയാ. ഇന്നേക്ക് 3-ാം ദിവസം രാവിലെ ഇവിടെ എവിടെയെങ്കിലും നിനക്കെന്നെ കാണാൻ പറ്റും. എടാ നിനക്ക് നല്ല വിഷമമുണ്ട്. ഞങ്ങളൊന്നും അറിയുന്നല്ലോ, നീ എന്തെങ്കിലും പറയട്ടെ. നീ ഇപ്പം എവിടാ? അവിടെ തന്നെ നിൽക്ക്, വിഷമിക്കണം കേട്ടോ, ഞാൻ അങ്ങോട്ട് വരാം. എടാ ഫോൺ വയ്ക്കല്ലേ. ഹലോ.
എനിക്ക് ഇദ്ദേഹത്തോടൊന്ന് സംസാരിക്കണമല്ലോ. പക്ഷെ എങ്ങനെ സംസാരിക്കും? Trace the cracks on the floor tonight. Neon shadows dance in the broken light. A heart beats loud, but it's out of sync. Lost in the rhythm, I can't quite dream. The air is heavy, it pulls me in. Twisted me. Shadow glow, falling deeper. I don't know. ചേട്ടാ ഒരു 500 രൂപ ഉണ്ടാവും? ഒരു 500 രൂപ ഞാൻ ഗൂഗിൾ പേ ചെയ്താൽ ക്യാഷ് ആയിട്ട് കൈ തരാൻ ഉണ്ടാവും?